സർ, ഇലോൺ മസ്കിൻ്റെ ടെസ്ല യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു വലിയ ആയുധമാക്കി മാറ്റുകയാണ്. ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളിലും ആഭ്യന്തരമായിട്ട് കുറേ പ്രശ്നങ്ങൾ ഇത് സൃഷ്ടിക്കുന്നതെന്നാണ് കേൾക്കുന്നത്. എന്താണ് അതിൻ്റെ വിവരങ്ങൾ? അതായത് ഇന്നിപ്പോൾ ഈ നമ്മുടെ ഭൗമ രാഷ്ട്രീയം കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞല്ലോ. അതെ, ചേരികൾ മാറിക്കഴിഞ്ഞു. ആ ലോകങ്ങളുടെ ആ ഒരു പഴയ നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പം സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും രണ്ട് ആ ഒരു ബൈപ്പോളാർ സിസ്റ്റത്തിൽ നിന്ന് മാറി പിന്നീട് അത് അമേരിക്കയുടേത് മാത്രമായിട്ട് മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ അമേരിക്ക ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥയും അതോടൊപ്പം തന്നെ യൂറോപ്പ് ഇപ്പം നാറ്റോയിൽ അമേരിക്ക അംഗമാണെങ്കിൽ പോലും യൂറോപ്പ് ഏകദേശം ഒരു അമേരിക്കയെ ഒരു എന്താ പറയുക ഒരു എതിർപക്ഷത്തെ കാണുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ ട്രംപ് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ പിന്നിൽ കാണുന്ന ശക്തി എന്ന് പറയുന്നത് ടെസ്ല ഉടമ ഇലോൺ മസ്കിനെയാണ്. അപ്പോൾ ഈ ട്രംപിനെ നേരിടുന്നതിനുള്ള ട്രംപിനോടുള്ള പ്രതിഷേധം അല്ലെങ്കിൽ അമേരിക്കയോടുള്ള പ്രതിഷേധം പ്രകടമാക്കുന്നതിനുള്ള ഏറ്റവും സിംബോളിക്കായിട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ ടെസ്ല എന്ന് പറയുന്ന സംഗതി. അതോടൊപ്പം തന്നെ മസ്കിനെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൻ്റെ പിന്നിലുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇപ്പോൾ മസ്കിനെ തീരെ ഇഷ്ടമല്ല. കാരണം മസ്ക് ആവശ്യമില്ലാതെ ഇപ്പം ജർമ്മനി ഇലക്ഷൻ കയറി ഇടപെട്ടു. അപ്പം മസ്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നു. അതോടൊപ്പം തന്നെ മസ്കിൻ്റെ ഒരു ലോകത്തെ മുഴുവൻ, കാരണം അദ്ദേഹം പിന്നെ മാർസിലേക്ക് പോകാനാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തെ മുഴുവൻ തൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക, അതേപോലെ തന്നെ ഗ്രോക്ക് മറ്റ് എല്ലാ AI മോഡലിനേക്കാളും മുമ്പിലേക്ക് തൻ്റെ മോഡലിനെ കൊണ്ടുവരിക, അങ്ങനെ സാങ്കേതികമായിട്ട് ഭൂമിയിലും ബഹിരാകാശത്തും പുള്ളി ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ള മസ്കിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ഇന്നലെ ജർമ്മനിയിൽ ടെസ്ല കാറുകളുടെ ഷോറൂമുകളെല്ലാം അടിച്ചു തകർത്തു, കാറുകൾ നശിപ്പിച്ചു. അതേപോലെ ഇറ്റലിയിൽ നശിപ്പിച്ചു. അതോടൊപ്പം തന്നെ അതേ സമയത്ത് തന്നെയാണ് അമേരിക്കയിലെ വിവിധ പ്രദേശങ്ങളിലെ ജില്ലകളിൽ ഈ ഉദാഹരണത്തിന് ന്യൂ കരോലിന, ടെന്നീസി, ന്യൂ മെക്സിക്കോ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് ഈ ചാർജിങ് സ്റ്റേഷനുകളും ടെസ്ലയുടെ ചാർജിങ് സ്റ്റേഷനുകളും ഈ ഷോറൂമുകളിൽ ഒട്ടേറെ കാറുകൾ കത്തിക്കുക തന്നെ ചെയ്തു അമേരിക്കയിൽ. വ്യാപകമായ രീതിയിൽ കത്തിക്കപ്പെട്ടു ടെസ്ല കാറുകൾ. അപ്പോൾ അതിനെ ഇന്നലെ ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഡൊമസ്റ്റിക് ടെററിസം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വ്യാപകമായ അന്വേഷണം നടത്തി അതിൻ്റെ ആൾക്കാരെ കണ്ടെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്ന സംഗതി. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരേ സമയത്ത് ഈ യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ഈ ടെസ്ലയ്ക്കെതിരെ ഈ ആക്രമണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതും നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഇതിൻ്റെ പിന്നിൽ കൃത്യമായൊരു ആസൂത്രണം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്കയിൽ ഒരു വലിയ പ്രക്ഷോഭങ്ങൾ പല സ്ഥലത്ത് നടക്കുകയുണ്ടായി. അതായത് ടെസ്ലയ്ക്കെതിരെ, ഇലോൺ മസ്കിൻ്റെ ഈ പിന്നെ ഫെഡറൽ എംപ്ലോയീസിനെ പിരിച്ചുവിടുന്നതാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഈ ഡോജിൻ്റെ അതായത് കാര്യക്ഷമതാ വകുപ്പിലൂടെ ഇദ്ദേഹം ചെയ്യുന്ന നടപടികളും ട്രംപിൻ്റെ എല്ലാ തീരുമാനങ്ങളുടെ പിന്നിലും ഇപ്പം മസ്ക് ആണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാവുകയും അത് എനിക്ക് തോന്നുന്നു ട്രംപിൻ്റെ സ്വാധീനമില്ലാത്തതിൻ്റെ ഉത്തരവാദിത്വം പോലും ഈ ഇലോൺ മസ്കിൻ്റെ ഉത്തരവാദിത്വം ഇല്ലാത്തത് പോലും മസ്ക് ഏറ്റെടുക്കുന്നുണ്ടെന്നുള്ളൊരു സംശയം പോലും തോന്നിക്കുന്ന രീതിയിലാണ്. പക്ഷേ പലപ്പോഴും ഈ ഡൊണാൾഡ് ട്രംപ് അതിനുള്ള അവസരം കൂടെ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ മസ്ക് എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇടപെട്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ടെസ്ല കാറുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ, ഈ പിന്നെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ഇതിലൊക്കെ തന്നെ ഒരു മൗനം ട്രംപ് പാലിക്കുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ ട്രംപ് മസ്കിനെ വളർത്തിക്കൊണ്ടുവരികയാണോ? തീർച്ചയായിട്ടും. മസ്ക് പരസ്യമായിട്ടാണല്ലോ മസ്കിൻ്റെ കോൺഗ്രസ്സിലെ ഈ രണ്ടാം ഘട്ടത്തിൽ കോൺഗ്രസ്സിലെ ആദ്യത്തെ അഡ്രസ്സ് നടത്തിക്കൊണ്ട് 1 മണിക്കൂർ 40 മിനിറ്റുള്ള അഡ്രസ്സായിരുന്നു. അതിനകത്ത് ഗാലറിയിലിരുന്ന് മസ്കിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. ശരിക്കും അങ്ങനെയൊന്നും സാധാരണ പതിവുള്ള ഒരു പാർലമെൻറ്റുകളിലും നമ്മൾ പതിവുള്ള സംഗതികളല്ല സാധനം. അപ്പോൾ ആ രീതിയിൽ മസ്കിനെ പരസ്യമായിട്ടാണ്. മാത്രമല്ല ഈ സുനിത വില്യംസിനെയും വിൽമോറിനെയും താഴെ കൊണ്ടുവന്നതോടുകൂടി ഈ മസ്കിൻ്റെ ഇമേജിൻ്റെ റേറ്റിംഗ് ഇത്തിരി ഉയർന്നതായിരുന്നു. ആ ഉയർന്ന റേറ്റിംഗ് ആണ്. അതും കൂടെ കണ്ടുകൊണ്ടായിരിക്കണം ഈ ഒരു ആക്രമണം ഒരേ സമയം പല സ്ഥലങ്ങളിൽ നടത്തിയതെന്ന് തോന്നുന്നു. കാര്യം മസ്കിനെ തകർക്കുക എന്നുള്ളത് ട്രംപിൻ്റെ ഭ്രാന്തൻ നടപടികളിൽ നിന്നും ട്രംപിനെ പിന്തിരിപ്പിക്കുക എന്നുള്ളതിനും ഈ മസ്കിന് നേരെയുള്ള ആക്രമണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂറോപ്പിൻ്റെ സ്ഥിതി എടുത്ത് നോക്കുക.
യൂറോപ്പും ഇപ്പം മസ്കിനെതിരെ യൂറോപ്പ് ആക്രമണം അല്ലെങ്കിൽ ഈ അമേരിക്കയ്ക്കെതിരെ ആക്രമണം പ്രത്യക്ഷമായിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ പോലും യൂറോപ്പ് പ്രത്യേക ഒരു വിഭാഗമായി മാറിക്കഴിഞ്ഞു. നാറ്റോയിൽ ഇപ്പോഴും അമേരിക്ക അംഗമാണ്. അതെ. പക്ഷേ ബ്രിട്ടൻ പോലും ഇന്നലെ ബ്രിട്ടനിൽ കഴിഞ്ഞ ദിവസം യൂറോപ്പിലെ 30 സേനാ മേധാവിമാരുടെ യോഗം നടക്കുകയുണ്ടായി. എങ്ങനെ ഉക്രൈനിലെ വിഷയം പരിഹരിക്കാം എന്നുള്ളത് സംബന്ധിച്ചിട്ട്. യഥാർത്ഥത്തിൽ ബ്രിട്ടന് അമേരിക്കയുടെ ഈ എന്താ പറയുക പിന്നെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് കരുതിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഈ ലോക രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഈ ഭൗമ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഈ ടെസ്റ്റിലേക്കുള്ള ആക്രമണം നമ്മൾ കാണേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പം സ്വാഭാവികമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, യൂറോപ്പിൽ ടെസ്ലയുടെ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അമേരിക്കയിൽ വൻ പ്രക്ഷോഭമാണ് ഇന്നലെ നടന്നത്. ഈ ആക്രമണത്തിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ പെൻഷനേഴ്സും യങ്സ്റ്റേഴ്സും എല്ലാവരും കൂടെ തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ബോയ്ക്കോട്ട് ടെസ്ല എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് പോലെ അമേരിക്കയിൽ ഈ പ്രതിഷേധം ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരേ സമയത്ത് തന്നെ ആഭ്യന്തരമായിട്ട് ഇതിനൊരു മാനമുണ്ട്, അതേ സമയത്ത് ആഗോളതലത്തിൽ മറ്റൊരു ധാരണയുണ്ട്. പുതിയ മാറിമറിയുന്ന ലോകക്രമം. ആ ലോകക്രമത്തിൽ അമേരിക്കയെ ഒറ്റപ്പെടുത്തുക, അമേരിക്കയെ അടിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയെ പെട്ടെന്ന് ആക്രമിക്കാനോ അതല്ലെങ്കിൽ ട്രംപിനെ ആക്രമിക്കാനോ പ്രത്യക്ഷമായിട്ട് പറ്റത്തില്ല. അതേസമയത്ത് ടെസ്ലയുടെ യൂറോപ്പിലുള്ള ഷോറൂമുകൾ ആക്രമിച്ച് തകർക്കാം. അത് പരോക്ഷമായിട്ട് ട്രംപിനുള്ള അടിയാണ് സാധനം. അപ്പോൾ ഈ രീതിയിലുള്ള അതാ പറഞ്ഞ ഭൗമരാഷ്ട്രീയത്തിൽ ടെസ്ലയ്ക്കെതിരെയുള്ള ആക്രമണം വളരെ സിംബോളിക് കൂടെയാണ്. പക്ഷേ ഈ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഈ യൂറോപ്പിലെ രാജ്യങ്ങളെ മുഴുവൻ പിണക്കിക്കൊണ്ട് ഞാൻ എൻ്റേതായ നിലപാടെടുക്കുന്നു, ഞാൻ ഇനി പുട്ടിനുമായിട്ടാണ് കൈ ഓർക്കുന്നത്, റഷ്യയുമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു, എനിക്ക് യൂറോപ്പിൻ്റെ കാര്യങ്ങളുടെ കാര്യം ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അപ്പോൾ യൂറോപ്യൻ യൂണിയനെ പിണക്കുന്നു, നാറ്റോയെ പിണക്കുന്നു, ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ മതി എന്ന് പറയുന്നത്. പക്ഷേ അപ്പുറത്ത് യൂറോപ്യൻ യൂണിയൻ എല്ലാം കൂടെ ഒന്നിച്ച് നിന്നാൽ അത് ട്രംപിന് ഭാവിയിലെങ്കിലും ദോഷകരമായി ബാധിക്കില്ലേ? പ്രത്യക്ഷത്തിൽ ബുദ്ധിമുട്ടാണ് സാധനം. കാരണം അവരുടെ ഇപ്പം ഈ അമേരിക്കയുടെ മിലിറ്ററി കേപ്പബിലിറ്റിയും യൂറോപ്പിൻ്റെ മിലിറ്ററി കേപ്പബിലിറ്റിയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. മുഴുവൻ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഈ 30 രാജ്യങ്ങൾ 30 രാജ്യങ്ങളെടുത്ത് കൂട്ടിവെച്ചാൽ പോലും അമേരിക്കയുടെ മിലിറ്ററി കേപ്പബിലിറ്റിയുടെ അടുത്ത് വരില്ല സാധനം. വെല്ലുവിളിക്കാൻ പറ്റത്തില്ല. അത് തന്നെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഒരു ഹുങ്കെന്ന് പറയുന്ന സാധനം. ഇപ്പം നാറ്റോയുടെ കോൺട്രിബ്യൂഷൻ ഇപ്പോൾ ഈ യുക്രൈൻ വാറിൽ തന്നെ അമേരിക്ക ചെലവഴിച്ചിരിക്കുന്നത് 61% യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ 39 ഉള്ളൂ അല്ലേ? അത്രേ ചെയ്തിട്ടുള്ള സാധനം. അപ്പോൾ ആ ഒരു അന്തരം നിൽക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പാണെന്ന് തോന്നുന്നു EU പ്രസിഡന്റ് ഉർസുല പറഞ്ഞിട്ടുണ്ട് യൂറോപ്പിന് സ്വന്തമായിട്ടൊരു പ്രതിരോധ സംവിധാനം ഉണ്ടാക്കാൻ പോവുകയാണ്, അതിനുവേണ്ടി $400 ബില്യൺ ചെലവഴിക്കാമെന്ന് പറഞ്ഞത്. ഇത് എത്ര വർഷം കൊണ്ടാണ്? മിനിമം 10 വർഷം കൊണ്ട് ചെലവഴിക്കുന്ന പറഞ്ഞത്. അപ്പോൾ അതുപോലും ഈ അമേരിക്ക തങ്ങളിൽ നിന്ന് മാറി എന്നുള്ള തിരിച്ചറിവിൽ നിന്നുണ്ടായ സംഗതിയാണ്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് യൂറോപ്പിൻ്റെ ഒരു വീക്ക്നെസ്സാണ് കാണിക്കുന്നത്. ഇപ്പം തന്നെ ഇപ്പോൾ റഷ്യ യുക്രൈൻ വാറിൻ്റെ അവസാനിക്കാൻ പോകുന്നു. ട്രംപിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. അതായത് ഇപ്പം ഈ സെലൻസ്കി 2 ആഴ്ചയ്ക്ക് മുമ്പ് അമേരിക്കയിൽ പോയെന്ന് ഒപ്പിട്ടിരുന്നെങ്കിൽ അവിടുത്തെ മിനറൽ റിസോഴ്സസിൻ്റെ കാര്യം മാത്രം കൊടുത്താൽ മതിയായിരുന്നു, അവിടുത്തെ റെയർ എർത്ത്സ് മാത്രം ട്രംപിന് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആണവ നിലയങ്ങളും കൂടെ ട്രംപിന് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് സെലൻസ്കി എത്തി. ഇപ്പം നാളെ ഇനി ഈ അവിടുത്തെ ഈ ധാതു ലവണങ്ങളും ഈ ആണവ നിലയങ്ങളും എല്ലാം ട്രംപും പുടിനും കൂടെ ചേർന്ന് നടത്തിക്കഴിഞ്ഞ് അതിൻ്റെ പ്രോസസ്സിങ്ങിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിശയിക്കാനില്ലാത്തൊരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലേക്കാണ് സംഗതികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ട്രംപിൻ്റെ ഒരു അതിബുദ്ധിയും കൂടെ അല്ലേ? കാരണം നിങ്ങളുടെ എന്തായാലും ഈ ധാതുക്കളൊക്കെ എനിക്ക് വേണം, ഞാനത് ഉപയോഗിക്കണം, എൻ്റെ കമ്പനി അവിടെ വന്ന് നിക്ഷേപം നടത്തും. അപ്പം ട്രംപിനെ കണക്കായിരിക്കാൻ പുട്ടിന് ഒരു ശ്രമം നടത്തുന്നുണ്ട്. പുട്ടിൻ തന്നെ പറയുന്നുണ്ട് വന്നോളൂ, ഇവിടെ വന്ന് ഞങ്ങൾ പിടിച്ചെടുത്ത കുറച്ച് സ്ഥലത്തും കുറച്ച് ഇതൊക്കെ ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ. അപ്പോൾ പുട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രംപും തമ്മിലൊരു കൊടുക്കൽ വാങ്ങലാണ് ഇത് സത്യത്തിൽ അല്ലേ? അതിനകത്തുണ്ടല്ലോ, വളരെ വ്യക്തമല്ലേ ഇത്. ഇപ്പം ഈ ഡീലെന്ന് പറയുന്നത് ഏകപക്ഷീയമായ ഡീലല്ലേ? കാരണം എന്ന് വെച്ചാൽ യൂറോപ്പിന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് റഷ്യയെ നേരിടാൻ പറ്റുന്നില്ല അല്ലേ? ഇപ്പോൾ അവിടുത്തെ ഇന്നലെ ഈ കഴിഞ്ഞ 30 സേനാതലവന്മാരുടെ കേസ് ഇവിടെ ലണ്ടനിൽ കൂടിയിട്ട് എങ്ങനെ ഇവിടുത്തെ പീസ് കീപ്പിങ്ങിനെ കുറിച്ച് ചിന്തിക്കാമെന്നുള്ളത് ആലോചിക്കാൻ വേണ്ടിയാണ് കൂടിയത്. പക്ഷേ അവിടെ ഒറ്റ
പീസ് കീപ്പിംഗുകാരെ അനുവദിക്കത്തില്ല എന്നുള്ളതാണ് പുടിൻ്റെ നിലപാട്. അതിനെതിരായിട്ട് ഇപ്പം യൂറോപ്പ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് പോകും. യൂറോപ്പിന് ഒറ്റയ്ക്ക് റഷ്യയോട് യുദ്ധം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു 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 സാഹചര്യമാണ് ഇപ്പം ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന സാധനം. അപ്പോൾ അവിടെ ആണ് ട്രംപ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ യുക്രൈനെ കംപ്ലീറ്റ് ആണവ നിലയങ്ങളും വൈദ്യുതി നിലയങ്ങളും അതോടൊപ്പം ധാതു ലവണങ്ങളെല്ലാം പുള്ളിയുടെ സ്വന്തമായി. ഇനി അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന അല്ലെങ്കിൽ ആവശ്യമുള്ള ഫോഴ്സ്, ആ ഫോഴ്സ് ആയിരിക്കും ഇനി യുക്രൈൻ്റെ സമാധാന സേന അല്ലെങ്കിൽ യുക്രൈൻ്റെ സുരക്ഷ എന്ന് പറയുന്ന സംഗതി. അല്ലാതെ യൂറോപ്പിൽ നിന്ന് വരാൻ സാധ്യത കുറവാണ്. കാരണം യൂറോപ്പിൽ നിന്ന് ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സിനെ യുക്രൈനിലേക്ക് അയക്കാൻ ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുടിൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ ടെസ്ല വിഷയം അമേരിക്കയെ മുഴുവൻ കത്തിക്കുകയാണ്. ഒപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലും കലാപത്തിൻ്റെ ഒരു ആഹ്വാനത്തിലേക്ക് തീർച്ചയായിട്ടും. അപ്പോൾ ട്രംപിനെതിരെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഡെമോക്രാറ്റുകൾ മാത്രമല്ല ഇപ്പോൾ ട്രംപിനെതിരെ വന്നിട്ടുള്ളത്. കാര്യം അവിടുത്തെ ഫെഡറൽ എംപ്ലോയീസിൻ്റെ നല്ലൊരു ശതമാനത്തിനെ പിരിച്ചുവിടാനുള്ള നടപടികളായിട്ട് ഇലോൺ മസ്ക് പോയില്ലേ? അതെ. അപ്പോൾ അത് അങ്ങനെയും കൂടെ ഒരു ജനരോഷം പൊന്തി വരുന്നുണ്ട്. മാത്രമല്ല ഇത് എല്ലാ വിഭാഗങ്ങളിലേക്കും പരക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ ഒരു ആഭ്യന്തരമായിട്ട് ഇപ്പം ഡൊമസ്റ്റിക് ടെററിസം എന്ന് ട്രംപ് പറയണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഭീകരമായിരിക്കണം കഴിഞ്ഞ ദിവസം നടന്ന ടെസ്ലയ്ക്കെതിരെയുള്ള ആക്രമണം എന്ന് ആലോചിക്കുക. അപ്പോൾ ടെസ്ല എന്ന് പറയുന്നത് ഇലോൺ മസ്ക് എന്ന് പറയുന്നത് ട്രംപിൻ്റെ പിന്നിലുള്ള ശക്തി. അപ്പോൾ അമേരിക്കയെ അറ്റാക്ക് ചെയ്യാൻ പരോക്ഷമായിട്ട് അമേരിക്കയിലുള്ള പ്രതിഷേധവും അറ്റാക്കും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു 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 സിമ്പലായിട്ട് ഇപ്പോൾ ടെസ്ല മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടെസ്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭൗമരാഷ്ട്രീയത്തിൽ അറ്റാക്ക് ചെയ്യപ്പെടാനുള്ള ഏറ്റവും വലിയൊരു സിമ്പലാണ് ടെസ്ല എന്ന് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.